മതം ചോദിച്ച് 27 പേരെ വെടിവെച്ച് കൊന്ന പഹൽഗാം നടന്ന നാടാണിത്. പഹൽഗാം ആക്രമണം നടന്നത് പാകിസ്ഥാൻ നേരിട്ട് ചെയ്തതാണ്. പാകിസ്ഥാൻ്റെ ഭീകര സംഘടനകളെ കൊണ്ട് പാകിസ്ഥാൻ ചെയ്യിച്ചതാണ്. അപ്പോൾ ഇത്രയും ഭീകരമായിട്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നയാൾ, അവരവിടെ വലിയ നേതാവായിട്ട് കണക്കാക്കുന്ന ആൾ ഇവന്മാർക്ക് എങ്ങനെയാണ് നേതാവാകുന്നത്? ഇവന്മാരുടെ ആരെങ്കിലും ആണോ ഇമ്രാൻഖാൻ? ചിലപ്പോൾ ആയിരിക്കും, പറയാൻ കഴിയില്ല. MSFൻ്റെ ആരെങ്കിലും ആണോ? MSFൻ്റെ വാപ്പയാണോ ഈ പറയുന്ന ഇമ്രാൻഖാൻ എന്ന് ചോദിച്ചാൽ ഒരു തെറ്റുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആയതുകൊണ്ടല്ലേ യവന്മാർ ഈ പറയുന്ന ഇയാളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇമ്രാൻഖാനെ പോലുള്ള നാളെ സൈഫുള്ള കസൂരിയുടെ പടം ഇവന്മാർ വെക്കില്ല എന്നെന്താ ഉറപ്പ്? അതും ചെയ്യില്ലേ. മസൂദ് അസറിൻ്റെ പടം ഇവന്മാരെടുത്ത് വെക്കില്ല എന്നെന്താ ഉറപ്പ്? മസൂദ് അസറിൻ്റെ പടവും വെക്കും. ഇവർക്ക് ആരാണ് ഇവരുടെ ഹീറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഇറാഖിൽ കൊല്ലപ്പെട്ട ഒരാളുണ്ടല്ലോ, സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈൻ വലിയ ഹീറോയാണ്. സദ്ദാം ഹുസൈൻ അവിടെ എന്താ ചെയ്തത്? അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ ഉൾപ്പെടെ കൊന്ന ആളാണ്. അപ്പോൾ പിന്നെ രണ്ട് പുരേ കണക്കായതുകൊണ്ട് ഇവിടെ അവന്മാരെ അധികാരത്തിൽ വന്ന മറ്റവന്മാരെ കൊല്ലും, മറ്റവന്മാരെ ഉയ്ഗർ മുസ്ലിങ്ങളെ ചൈനയിൽ കൊന്നുകൊണ്ടിരിക്കുന്നത് പോലെ ആ കമ്മ്യൂണിസ്റ്റുകൾ കൊല്ലുന്നു. കമ്മ്യൂണിസ്റ്റുകളെ മുസ്ലിം രാജ്യത്ത് ഇല്ലെങ്കിൽ ഇസ്ലാം രാജ്യത്ത് ഇസ്ലാം കൊല്ലും കമ്മ്യൂണിസ്റ്റുകളെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കൊല്ലും. ഇവർ കൊല്ലലിൻ്റെ ആൾക്കാരാണല്ലോ ഇവർ. അപ്പോൾ MSFന് ഒരു മടിയുമില്ലാതെ ഈ പറയുന്ന എല്ലാ വിഘടനവാദ പ്രവർത്തനത്തിനും ഒത്താശ ചെയ്യുന്ന ഒരു ഭീകരൻ്റെ ചിത്രം, ഭീകരനാണ് ഇമ്രാൻഖാൻ, ഭീകരനാണ്, ആ ഭീകരൻ്റെ ചിത്രം വെച്ചിറക്കാനായിട്ട് ഇവർക്കൊരു മടിയില്ല. MSFന് ഇമ്രാൻഖാനുമായിട്ട് എന്താണ് ബന്ധമെന്ന് SFI ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആരാണ് ചോദിക്കുന്നത്? SFI ആരെയാണ് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്? സദ്ദാം ഹുസൈനെ പൊക്കി പിടിച്ചുകൊണ്ട് നടത്തുന്ന ആളാണ്. ഈ പറയുന്ന SFI MSF തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ നമുക്ക് കഴിയില്ല. രണ്ടുപേർക്ക് ഇന്ത്യ വിരുദ്ധതയാണുള്ളത്.